ഫാൻറ്റസി വേൾഡ് വിത്ത് സിജു ആൻഡ് ജസ്റ്റിൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ സൈറ്റിലേക്ക് കല്ല് കൊണ്ടിരുന്ന കേട്ടോ. അപ്പം വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് ജീപ്പും കൊട്ടവണ്ടിയൊക്കെ ഇതിലേ ഓടാറുള്ളൂ കേട്ടോ. ടിപ്പർ ഇതുവരെ ഈ അടുത്ത കാലത്തും ഇതിലേ വന്നിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ഏകദേശമൊക്കെ റോഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താവുന്നൊന്നും ആളെ അറിയത്തില്ല. അപ്പോൾ വണ്ടി എന്തായാലും വന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോഡ് ഇവിടെ ഒരു ചെറിയ കയറ്റമുണ്ട്. അപ്പം ഫുൾ ലോഡായിട്ട് കല്ല് കയറുമെന്നൊരു ഡൗട്ടുണ്ട്. അപ്പം അതെ ചേട്ടായി ഏതായാലും കല്ലൊക്കെ കുറച്ച് ഇറക്കാമെന്ന് വിചാരിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് അങ്ങ് കയറിയില്ലെങ്കിൽ പണിയായല്ലേ. അപ്പോൾ കല്ലൊക്കെ കുറച്ചൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് കയറ്റി നോക്കാം എന്താവും എന്നുള്ളത്. താഴെ കുറച്ച് താഴം വരെയുള്ളൂ കോൺക്രീറ്റ്. ഇങ്ങോട്ട് മൺ റോഡാണ്. പിന്നെ ജീപ്പൊക്കെ സ്ഥിരമായിട്ട് ഓടുന്നത്. അപ്പോൾ വീതിയൊക്കെ ഇച്ചിരി കുറവായതുകൊണ്ട് വണ്ടി കയറി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുള്ളൂ എന്താവും എന്നുള്ളത്. വണ്ടി വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വീതി കുറവാണ് റോഡിന്. അപ്പം മണ്ണൊക്കെ കുറച്ച് ഞങ്ങൾ തട്ടിയൊക്കെ ഇട്ടായിരുന്നു, പക്ഷെ സെറ്റായില്ല. അപ്പം എന്തായാലും കയറ്റത്തല്ല, ഇനിയിപ്പോൾ റിവേഴ്സ് വെച്ചിട്ട് ഇനി കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ചേട്ടായി പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. വണ്ടി ഇറക്കി താഴെ എത്തിക്കണം. നല്ല പുത്തിറക്കമാണ് ഉണ്ടോ. ഇവിടെ വന്നപ്പം വീതി ഇല്ലാണ്ടായിപ്പോയി, ഇതാണ് പറ്റിയത്. ഇതുപോലുള്ള വഴികളൊക്കെ ഇപ്പോൾ ഒന്ന് വഴിയൊന്ന് തെളിയണം. ഫസ്റ്റ് ആദ്യമായിട്ട് വരുന്നതല്ലേ. അപ്പോൾ വണ്ടി താഴെ എത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് ഒന്നുകൂടെ കയറി വരും. ഇപ്പോൾ നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. കുറേ എന്തായാലും നമ്മൾ കഴിച്ചില്ലായിട്ടോ. വണ്ടി കയറി കിട്ടിയിട്ടോ. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ നിരപ്പാട്ടോ, കയറ്റം കഴിഞ്ഞേ. ഇനി നമുക്ക് ഇങ്ങോട്ടാണ് കയറേണ്ടത്. പക്ഷേ ഇവിടെ ഇട്ട് തിരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്ത് പോയിട്ട് വേണം തിരിച്ചു വരാനായിട്ട്. നമ്മൾ വണ്ടിയൊക്കെ പോയി തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, വീതി തീരെ കുറവാണ്. നമ്മൾ ജീപ്പ് സ്ഥിരമായിട്ട് ഓടുന്നത്. അതുകൊണ്ടേ ഒരു പ്രശ്നമാണ് ഇവിടെ. എന്താണേലും കയറി കിട്ടിയിട്ടോ. കൊണ്ട് നമ്മൾ കഴിച്ചിലായി. അല്ലെങ്കിൽ പണിയാണ്. താഴെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെ ചുവന്നുകൊണ്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടപ്പ് തെറിച്ചു പോകും. അപ്പം ഏകദേശം സൈറ്റിലേക്ക് അടുത്ത് കിട്ടുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ ഇനി സൈറ്റിലേക്ക് എത്തുമോ എന്താണെന്നുള്ളത് അറിയത്തില്ല. നമ്മളുടെ വാനമൊക്കെ തോണ്ടിയിട്ടേക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്തായാലും കല്ല് ഇവിടെ ചാടിച്ചു കേട്ടോ. റൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ സൈറ്റിലേക്ക് എത്തിക്കണം. ഇപ്പോൾ വലിയ കല്ലൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് സൈറ്റിലേക്ക് എത്തിച്ചത്. ഉരുട്ടി കൊണ്ടുപോയി പറ്റല്ലാത്തതൊക്കെ ചുവന്നൊക്കെ ആയിട്ട് സൈറ്റിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. തറയിലേക്ക് അടുപ്പിച്ച് ഇനി ഇത്രയും കല്ലുകൂടെ ഉള്ളൂ കേട്ടോ. ബാക്കി ഞങ്ങൾ എല്ലാം കൊണ്ടുപോയി. ഇനി ഇത്രയും കൂടെ കൊണ്ടുപോകാനുള്ളൂ. കാണുമ്പോൾ കുഞ്ഞായിട്ടൊക്കെ തോന്നും. നല്ല വലിപ്പമുള്ള കല്ലാട്ടോ. ചിലതൊക്കെ നല്ല വലിപ്പമായിരുന്നു. നീ എങ്ങോട്ടാ വലിക്കുന്നേ? ഞാൻ ഇങ്ങോട്ട് വലിക്കുന്നു. നീ അങ്ങോട്ട്, നീ ഇങ്ങോട്ട് പൊക്കി തന്നാൽ മതി. ഇങ്ങനെ ഇങ്ങോട്ട്. പപ്പ മണ്ണ് ഇടിയുന്നുണ്ടേ. ഒന്നോടെ കുറച്ചില്ലേ പിൻകല്ല് വെച്ചു. ഇതൊന്ന് പിടിച്ച് ഒരു ലോഡ് കല്ലും ഉണ്ടെന്നാ കേട്ടോ. ഒന്നും ആയില്ല ഗൈസ്. കാണുമ്പോൾ ഒന്നും ഇല്ലല്ലേ. കല്ല് തീരുകയും ചെയ്തു.
ഫൗണ്ടേഷൻ ആട്ടോ നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. കെട്ടി ഇവിടം വരെ എത്തിയിട്ടുണ്ട്. എവിടെ ഇട്ടേ? മടുത്തോ? ഭയങ്കര ചൂടാ, ഒരു രക്ഷയില്ല. ഇപ്പം ഇച്ചിരി മൂടലുണ്ട്, ഇച്ചിരി നേരമായിട്ടല്ലേ. അതിന് പൊടി നമ്മുടെ വെള്ളം നിന്നുപോയി, അതുകൊണ്ട് നനയ്ക്കാൻ പറ്റിയില്ല. പൊടി നനച്ച് കഴിഞ്ഞാലും പണി കിട്ടും, പിന്നെ കുഴഞ്ഞുകുഴഞ്ഞിരിക്കും. ഒരു ലോഡ് കല്ലേൽ നമ്മൾ ഇത്ര കെട്ടി എത്തിയിട്ടോ. ഉണ്ടോ കല്ലിങ്ങോട്ടേ സൈറ്റിലേക്ക് എത്തിക്കാനുള്ള കഷ്ടപ്പാട് കൊണ്ടിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടാമത്തെ ലോഡ് ഇറക്കിയപ്പോൾ എന്തായാലും സൈറ്റിൽ തന്നെ എത്തിച്ചിട്ടോ. അതായത് നമ്മുടെ തറ കെട്ടുന്നതിൻ്റെ തൊട്ടടുത്ത് എത്തിച്ചു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ദൂരം അങ്ങ് ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ ചക്ക വേവിച്ചു കേട്ടോ. ആദ്യം ചക്ക കുറച്ച് വറുത്ത് തന്നു. ഇനി ബാക്കി ഞങ്ങൾ ചക്ക വേവിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ ചക്കപ്പുഴുക്ക്. ഞാനാട്ടോ ഇളക്കുന്നേ. ഇളക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ കൂട്ടറാ, ഞാൻ ചക്ക ഇട്ടു. അതെ തന്നെ, ചക്ക ഇട്ട് തന്നെ ചേട്ടായി വെട്ടി തന്നു. പിന്നെന്താ, പിന്നെ കൊടുത്തു. പിന്നെ അരിയാൻ മാത്രം ജസ്റ്റിനെ കഴുകി കൊടുത്തു. ഇപ്പൊ ചക്ക വെട്ടിട്ട് ഇരുന്നൊക്കെ വരാം. അത് എന്റെ പേര് കിടന്നോട്ടെ. അത് ശരി, എല്ലാം ചേട്ടയുടെ പറ്റിയത്. നല്ല അടിപൊളി ചക്കയായിരുന്നു കേട്ടോ. ഉണ്ടോ, ചക്ക കാണുമ്പോഴേ അറിയാം നല്ല അടിപൊളിയായിട്ട് തന്നെ കുഴഞ്ഞിരുന്നുണ്ടോ. നല്ല നൂറുള്ള ചക്ക നന്നായിട്ട് ഇളക്കി കോട്ടൺ സ്റ്റൈലോട്ടോ വെച്ചേക്കുന്നത്. ചക്കപ്പുഴുക്കിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ ഇട്ടതാണ്. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ വീഡിയോ കയറി കണ്ടാൽ മതി കേട്ടോ. ഒന്നും കൂടി ഇരുന്ന കാര്യം. അതെ, ഇനി താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇടും. അപ്പൊ ഞങ്ങളിന്ന് ചക്കപ്പുഴുക്കും പിന്നെന്തേട്ടായേ മീൻകറി. ഇങ്ങനെ കേട്ടോ ചക്കപ്പുഴുക്കിനെ ഇളക്കുന്നത്. നല്ലോണം ഇളക്കണം, നല്ലോണം ഇളക്കിയാലേ നല്ല അടിപൊളിയായിട്ട് വരും. പച്ചക്കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാ പച്ചയല്ല, ഉണക്ക കുരുമുളക് ഇട്ടാലും നല്ലതാണ്. കടിക്കാം ഇടയ്ക്ക്. അത് എന്തായാലും ചതച്ചിടണം. ഞാൻ വെച്ച് കാണിച്ചു കേട്ടോ. പച്ചക്കുരുമുളകൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ട് അതിനെ ഉണക്കിയിട്ട് തന്നെ അടിപൊളി ആകിയല്ലേ. സമ്മതിക്കല ഒന്നും ഇട്ട് തറ പോയി. ഞാൻ പറഞ്ഞ മറുപടി പറ. ഒരു വലിയ നയിപ്പ അത്രയും പണി തരും. കൈക്ക് വേനയുണ്ട് ഞാൻ. ഇത് എനിക്ക് തിന്നാനുള്ളതോ വല്ല സ്മീപ്പ്. പിന്നെ ഇത്ര ചക്കപ്പുഴുക്കോ? ചക്കപ്പുഴുക്ക് നല്ല ഡ്രൈ ആയിട്ടേക്ക് ചക്കപ്പുഴുക്ക് അധികം തിന്നാൻ പറ്റിയാലോ. ഇന്ന് കിടന്നുറങ്ങിയാലോ കേട്ടോ. ഒന്നാമത് ചൂട്, അതിൻ്റെ കൂടെ ചക്കയും കൂടെ ചെന്നാൽ ഡബിൾ ചൂടാ. എന്തൊക്കെ ചെറുപ്പത്തിലേ നല്ല പച്ചക്കാന്താരി പോയി പറിക്കും. എന്നിട്ട് മുളക് കാലിച്ച് അതിൻ്റെ കൂടുതൽ ഉള്ളിയും വെച്ച് ചക്കപ്പുഴുക്കിന്റെ സ്റ്റൈലിലേക്ക് വെച്ച് പിടിച്ചാണല്ലോ. എന്നാ രസം അറിയാം. നമ്മളിന്ന് പിടിക്കുന്നത് മീൻകറി കൂട്ടിയിട്ടാട്ടോ. 100 കൂടുതലുള്ള ചക്ക കേട്ടോ. അതുകൊണ്ടാണ് ഇത് ബലം പിടുത്തല്ലേ. മതി, നോക്കട്ടെ. അടിപൊളി. ഇനി മീൻകറി കൂട്ടിയിട്ട് നടിക്കാട്ടോ. നല്ല 100 ഉണ്ട്. ക്രിസ്ത്യൻ നീ എന്നാ കൂട്ടിയാ കഴിക്കുന്ന? മീൻ വറുത്തതോ? വേവിച്ച ചക്കയും ചാറും. ഇങ്ങോട്ട് നോക്കിയല്ലോ പറ. ചാറുണ്ട്, പിന്നെ മീൻ വറുക്കും. ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് മീൻകറി ഉണ്ട് കേട്ടോ. കുറച്ചുള്ള നിനക്ക് മാത്രമുള്ള എടുത്തോളൂ. ചുമ്മാ എന്തിനാ എടുത്ത് നശിപ്പിക്കുന്നേ? ഒരു പന്ന പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ജിസ്ന ഇത് വിശർത്തല്ലോ, കഴിച്ച് വിശർത്താളോ? ചൂടോ കൃഷിയാ? ചക്ക വേവിച്ച് മീൻകറി, മീൻ വറുത്തു. എനിക്ക് ഈ സാധനം പച്ച പോലെ ഇരിക്കുക. ഇത് കണ്ട ഒരു റബ്ബർ പോലെ സാധനം. ചക്കയുടെ അത് കൂട്ടാടി എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? കുഴപ്പമില്ല. ആണോ? ക്രിസ്ത്യാക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനമൊന്നും ഇഷ്ടമില്ല. ക്രിസ്ത്യാക്ക് എപ്പോഴും ഒന്നേക്ക് വറുത്തത്, ചക്ക വറുത്തത് വെള്ളം അടിച്ചിട്ടോ അല്ലേ? ചക്ക വറുത്തത് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അത് മാത്രം ഇഷ്ടം. എന്നാ ഇച്ചിരി കൂടെ തരട്ടെ ചോറ്. ചക്ക പുഴുക്ക് വേണ്ടെന്ന് വെച്ചാലോ? അമ്പടി കളി. ക്രിസ്റ്റീന മൈലാഞ്ചി ഒക്കെ ഇട്ട് ഉണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. പുറങ്ങ് ചെടികളെ നീ ഇട്ടോ? എന്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.